വിളിച്ച്. നീ വന്നോ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ഏട്ടത്തി, എനിക്കൊന്ന് കടക്കണം. അല്ല, ഇതിങ്ങളെന്താ രണ്ടും കൂടെ ഒരുമിച്ച്? സ്ഥിരം കലാപരിപാടി തന്നെ. ഒരു യുദ്ധം കഴിഞ്ഞൊരു കടപ്പ വീണ്ടും തുടങ്ങിയോ? ഇന്നലെ എന്തായിരുന്നു? അവളുടെ ലാപ്ടോപ്പ് എടുത്തെന്ന് പറഞ്ഞിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. സ്വാഭാവികം. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ മുത്തൂസിന്റെ അടുത്തേക്ക് ചെല്ലുക. മുത്തൂസേ, ഇവിടെ ഇരിക്കെ, ഞാൻ കഴിക്കാൻ വല്ലതും എടുക്കാം. അന്ന് വന്നോ ജാനു? ആ അമ്മ, അവള് വന്നപാടെ കടന്നു. അവളോട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ പറയത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതാ, ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ആ ശല്യങ്ങൾ രണ്ടും എന്തേ? ഇത്ര നേരമായിട്ടും സൗണ്ട് കേട്ടേയില്ല. അവര് രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല അമ്മായി, ഇപ്പോഴും ഓർക്കാൻ തന്നെയാ. ഇത്ര നേരമായിട്ടും? രണ്ടിനും കാല വഴി ഞാൻ വെള്ളം കുരഴിക്കും, നോക്കിക്കോ. അവര് കുറച്ചു നേരം കൂടെ കടന്നോട്ടെ വിദ്യയെ. അമ്മ എവിടെയുള്ള എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അക്കൂട്ടത്തില് ഞാനില്ലല്ലോ അല്ലേ? ഞാൻ പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ, അമ്മയെ പോക്കോ. നേരം വെളുത്ത് പിള്ളേര് വഴക്കുണ്ടാക്കിയില്ലെങ്കില് അമ്മമാരായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലേ? എന്നാല് അമ്മയ്ക്ക് ഇന്ന് ചായക്ക് പഞ്ചസാരയില്ല. എന്താ ഉറക്കം രണ്ടിന്റെയും? സൂര്യൻ തലയ്ക്ക് മേലുദിച്ചതുപോലെ അറിഞ്ഞിട്ടില്ല. ദേ എഴുന്നേറ്റെ. ഇപ്പൊ പറ്റില്ല, എനിക്ക് അങ്ങാരുടെ കൂടെ പോയേ പറ്റൂ. ആരുടെ കൂടെ? ഇങ്ങനെ പറഞ്ഞ ഒന്നും രണ്ടും എഴുന്നേക്കത്തില്ല. അയ്യോ, ഞാൻ വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോവാണേ. ബോധം വന്നോ രണ്ടിന്റെയും? എഴുന്നേറ്റ് പോകാൻ നോക്കിക്കേ. എന്തോ അമ്മ, ഞങ്ങളെ ഒന്ന് ഉറങ്ങാൻ വിട്. ഇനിയും കടന്നുറങ്ങാനോ? സമയം എത്രയെന്ന് രണ്ടിന്റെ വിചാരം? മണി 10 കഴിഞ്ഞു. 8 മണിക്ക് വിളിക്കാൻ പറഞ്ഞാല് 6 മണിക്ക് വിളിച്ചിട്ട് 7 മണിന്ന് പറയുന്ന അമ്മയല്ലേ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോൾ ആ ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കേ. 10:10. തള്ളേ, നിങ്ങൾക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചൂടെ? എന്താ വിളിച്ച്? തള്ളാണോ? നിന്നല്ലേ ഇത്ര നേരം കൊണ്ട് ഞാൻ വിളിച്ചോണ്ടിരുന്നേ? അയ്യോ അമ്മേ, തള്ളല്ലേ. നിന്നെ തല്ലുവല്ല വേണ്ടത്, എന്നെ നീ തള്ളേന്ന് വിളിക്കല്ലേ? ഞാനല്ലെന്നാ വിളിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് എനിക്കെന്തിനാ വരുന്നത്? മാറി നിക്കടാ അവിടുന്ന്. മര്യാദക്ക് അവിടെ നിന്നു. ചത്താനും ഞാൻ നിൽക്കൂല. നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്? ചൂടെടുത്തെറിഞ്ഞ്. ഹായ് ബ്രോ, ഇന്നെന്ത് പറ്റി? നേരത്തെ ആണല്ലോ. നേരത്തെയോ? ഇപ്പോഴേ വൈകി. അതിനെ പൊക്കി ഓഫീസിലെത്തിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അതിപ്പോഴും കടന്നുറക്കുമായിരിക്കും. പിന്നെ നീ ഇപ്പോഴും കോമ്പറ്റീഷന് പോകുന്നുണ്ടാവോ? പോകുന്നുണ്ടാണോ? അതില്ലെങ്കിൽ പിന്നെ നമ്മളില്ല. റേസിംഗ് നമ്മുടെ ലൈഫ് അല്ലേ? അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. എന്താടി? തള്ളയ്ക്ക് ഭ്രാന്തായി. ദൈവമേ, അങ്ങേരെ കൊന്നോ? ചത്തി. കൂടെ അവിടുന്ന്. എനിക്ക് ഇത്ര പെട്ടെന്നൊന്നും വിടവയാവണ്ട. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. നമുക്ക് നൈസായിട്ട് പോകാം. അപ്പം ഏട്ടന്റെ കാര്യമോ? അതിനെ അവരെന്തെങ്കിലും ചെയ്തോളും. അമ്മേ, എന്താ വേദന! ഒരടി പോലും പാഴാക്കാതെ നേരെ എന്റെ നെഞ്ചത്തേക്കല്ലേ വരുന്നുണ്ടല്ലോ. എത്രയോ പേർക്ക് പറഞ്ഞാ കേൾക്കുന്ന അടക്കോതുകൊള്ള അനിയനും അനിയത്തിമാരെ നീ കൊടുക്കുന്നു. എന്തുകൊണ്ടാ ദൈവമേ എനിക്ക് മാത്രം അത് തന്നില്ല? ഒരാഗ്രഹം കൂടെ ചോദിക്കുക, അടുത്ത ജന്മത്തിലെങ്കിലും പറഞ്ഞാ കേൾക്കുന്ന ഒരു അനിയനോ അനിയത്തിയോ എനിക്ക് തരണം പ്ലീസ്. വേറെ ഒന്നും എനിക്ക് വേണ്ട. ആഗ്രഹം കുറച്ചുകൂടി പോയില്ലേ? ഇല്ലേ ഇല്ല. ഇനിയും അടുത്ത ജന്മത്തില് ഇവറ്റകളാണ് കൂടെ വരുന്നതെങ്കിൽ എന്റെ ജീവിതം കട്ടപ്പൊളിയാവും. എന്റെ പിള്ളേർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം. അമ്മേ, ഇങ്ങതാ, ഞാൻ വെച്ചു തരാം. നിന്റെ സഹായം എനിക്ക് വേണ്ടേ വേണ്ട. ചിലപ്പം പണ്ടത്തെ പക മുഴുവൻ നീ ഈ ടൈമിൽ വീട്ടും. കണക്കായിപ്പോയി. ഇങ്ങതാ, ഞാൻ
ചെയ്തു തരാം. ആ പതിയെ. ഓ സോറി, വേദനയുണ്ടോ? ഇല്ല, നല്ല സുഖമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് ഏറിക്കൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് പറ്റിയതല്ലേ? എയർ കൊള്ളാൻ വേണ്ടി ഞാൻ മുന്നിൽ കയറി നിന്നതല്ല, മുന്നിൽ വന്ന് എഴുതി മാറിക്കളഞ്ഞതാ. ഞാൻ എന്തിനാണോ അങ്ങോട്ടേക്ക് വന്നത്? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നോക്കിയും കണ്ണോ നടക്കാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, പണി ഞാനായിട്ട് തേടി പോകുന്നതല്ല, അതെന്നെ തേടി വരുന്നതാ. രണ്ടും കണക്ക് തന്നെ. ഞാൻ പോവാണേ. ബൈ. വൈകിട്ട് കാണാം. അടുക്കള ഞാനുണ്ട്. ഹായ് മഹിയേട്ടാ. ഗുഡ് മോർണിംഗ് സർ. വായി നോക്കി നിന്നത് മതി, ഇങ്ങോട്ട് വാ. എന്താ നീ എന്താ വൈകിയേ? വീട്ടിലെ ചെറിയൊരു പ്രശ്നം, അത് തീർക്കാൻ സമയമെടുത്തു. എന്ത് പറ്റി? എനിത്തിങ് സീരിയസ് അബൌട്ട് സംതിങ് ഫാമിലി ഇഷ്യൂസ്? നീ അത്രയും കാടി ചിന്തിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ വൈകിയേ? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ആരുമില്ലെന്നല്ലേ? അതുകൊണ്ട് രാവിലെ തന്നെ അമ്മയുമായിട്ട് യുദ്ധമായിരുന്നു. ഓഹോ, എന്നിട്ട് ആ യുദ്ധത്തിന്റെ അവസാനം ആര് ജയിച്ചു? ചേട്ടനാവട്ടെ, ഞാൻ ജയിച്ചു. അല്ല, നീയും അമ്മയായിട്ടല്ലേ വഴക്ക്? അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ എങ്ങനെ കയറി വന്നു? ആ കാര്യം പിന്നെ പറയാം. നീ ഇത് പറ, ഇന്നലെ പോയിട്ട് എന്തായി? വല്ലതും നടന്നോ? അങ്ങേരുടെ പേര് ഇപ്പഴും മാഹിയപ്പന്നല്ലേ? അപ്പൊ അറിയാലോ ഇങ്ങനെ ആവുന്നു. അപ്പൊ കഷ്ടപ്പെട്ട് പറഞ്ഞു വിട്ടത് വെറുതെയായി. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങേരൊന്ന് വീടുണ്ട്. നല്ല ബെസ്റ്റ് ഐഡിയ ഉണ്ട്. പോകുന്ന വഴിക്ക് പഴത്തിലിട്ടാ മതി, അത് ചവിട്ടിങ്ങനോളും. അല്ലെങ്കിൽ കാലിട്ടിട്ട് വീട്ടിയാലും മതി. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. അപ്പൊ ഒരു ആംബുലൻസ് എന്തായാലും ബുക്ക് ചെയ്യേണ്ടി വരും. ആമി, നീയല്ലേ MJ കമ്പനിയുടെ പ്രൊജക്ട് ചെയ്തേ? അതെ, അത് സബ്മിറ്റ് ചെയ്തതാണല്ലോ. ആണോ? എന്നാ സാറ് നിന്നെ വിളിക്കുന്നുണ്ട്, വേഗം ചെന്ന് എന്താന്ന് വെച്ചാ വാങ്ങിക്കോ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ട് തന്നെ അയച്ചേ. അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയെ, ഇതന്നെ സാറിനോട് ചെന്ന് പറഞ്ഞോ. സാറാണെങ്കി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അതെ, ഒന്നും ചെയ്തില്ല. പിടിച്ചോ, ഉമ്മ വക്കത്തേ ഉള്ളൂ. ശരിക്കും? എന്നാ ഞാനും പറയട്ടെ കാണാൻ. അന്നാ ഞാനും വരും. ഞാൻ ഇവിടെ ലൈവ് ഷോ നടത്താൻ വേണ്ടി പോകുന്നതല്ല, എന്നെ ചീത്ത പറയാൻ വേണ്ടി വിളിക്കുന്നതാ. മനസ്സിൽ ഇപ്പൊ കണ്ടില്ലേ രണ്ടിനെ? മാറി നിൽക്കോട്ടെ. ഏറ്റില്ല, അടുത്ത തവണ നോക്കാം. സാർ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? വരുണ് പറഞ്ഞു MJ കമ്പനിക്ക് അയച്ച പ്രൊജക്റ്റിലെന്തോ പ്രശ്നം വന്നെന്ന്. അതുകൊണ്ട് സാറ് വിളിക്കുന്നു. ഞാൻ ആരെയും വിളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ തിണ്ടിനെ പറ്റിച്ചതാണോ? കോലമാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം. രാവിലെ ലിഫ്റ്റ് വെച്ച് കണ്ടപ്പം ശരിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ആമി, നീ ഒന്ന് പോയി തന്നെ. ഒന്നാമത് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, അതിന്റെ ഇടയ്ക്ക് നീ കൂടെ കൂട്ടാൻ നിൽക്കരുത്. ഞാൻ കൂട്ടാനോ? നിങ്ങൾ എന്തൊക്കെയാ മായാട്ടി പറയുന്നേ? ശരി, നീ പോകൂലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് ഈ ഫയൽ പിടിച്ചോ. ഇതെല്ലാം പഠിച്ച് ഇതിനുള്ള പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ട് നീ പോയാ മതി. അതെ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. എന്നെ അവിടെ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് കാര്യം എന്താണെന്ന് പതുക്കെ വരാം. അവിടെ നിൽക്കടി, മര്യാദയ്ക്ക്
അങ്ങനെ ചെയ്തോ ഇത്? ഞാൻ ചുമ്മാ ഈ വഴിക്ക് വന്നതാ. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചെയ്തോളാം. നിനക്ക് എന്നോട് വളരെ ദേഷ്യമുണ്ടോ മായേട്ടാ? വരുമ്പത്തേക്കും എടുത്ത് പണി തരാൻ. ഇതെന്താ തീരാത്തെ? ഞാൻ മടുത്തു. എക്സാമിന് പോലും ഞാൻ ഇങ്ങനെ ഇപ്പൊ പഠിച്ചിട്ടില്ല. വല്ല മാജിക് അറിയാമെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ചെയ്ത് തീർക്കായിരുന്നു. ചിമ്പൂമ്പ, ഈ പണിയെല്ലാം വേഗം ചെയ്ത് തീർക്ക്. ഇതിനെന്താ വട്ടായോ? അതെ, ഇതൊന്ന് കുറച്ച് തരാൻ പറ്റുമോ? രണ്ടെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. നീ വേഗം അത് തീർത്തിട്ട് വേണം അടുത്തത് നിനക്ക് തരാൻ. വേണ്ട, ഞാനിത് കുപ്പിയിൽ വന്ന് പോതുവോ? തീരുമ്പോ പണി തരാൻ. കഴിഞ്ഞു. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ഇനി ഈ വഴിക്ക് ഞാൻ വരത്തില്ല. അവിടെ നിന്ന് ഇതിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ട്, മാറ്റി ചെയ്യാം. മിസ്റ്റേക്കോ? അത് 2 വട്ടം ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതാ. അത് ഓക്കെയാണ്. അത് നീയല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് വേണം എല്ലാരും കേൾക്കാൻ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നീ ഇത് മാറ്റി ചെയ്യണം. പറ്റത്തില്ല. ഇപ്പൊ തന്നെ 2 വട്ടം എന്നെ കൊണ്ടിത് മാറ്റിച്ചു. ഇനി മാറ്റാനോ? മാറ്റണം, എനിക്ക് മാറ്റി വേണം. എനിക്കിപ്പോഴേ കുറെ വർക്കുണ്ട്. അതിന്റെ കൂടെ അഡീഷണൽ നിങ്ങൾ തരുന്നുണ്ട്. ഇപ്പൊ ഇതും കൂടെ. അതുകൊണ്ട് ഇനി പറ്റത്തില്ല. വേണമെങ്കിലേ ഇനി നിങ്ങളുടെ പിയനെ കൊണ്ട് വ്യക്തി ചെയ്യിപ്പിച്ചോ. നീ ആയിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ, അപ്പം ഞാൻ പറയുന്ന ചെയ്തേ പറ്റൂ. ഇതെന്ത് കഷ്ടാ? എടാ വരുണേ, നീ കാരണം ഇതല്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, നിന്റെ അന്തിവ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടാ ഇവിടെ ഇന്ന് മാറ്റി ചെയ്തു. ഇത് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേണമെങ്കിൽ സാർ തന്നെ ഇന്ന് മാറ്റിക്കോ. നിനക്ക് പറ്റില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇല്ല. നിനക്കാവില്ല, ഉറപ്പാ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ഞാനാണ് എന്റെ ബോസ്. ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ, അല്ലാതെ നീ എല്ലാം തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? എടാ മാഹി, ഇത് ഞാൻ എന്താ ഈ കാണുന്നേ? കിസ്സോ? സോറി, അറിയാതെ പറ്റിയതാ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് അവളെ ഇഷ്ടമല്ല, കാണുമ്പോ മുഴുവൻ ചെയ്ത് പറയും. പക്ഷെ ഒറ്റയ്ക്ക് കാണുമ്പോ നീ അവളെ ഫ്രഞ്ച് പഠിപ്പിക്കും അല്ലേ? എടാ, അത് അറിയാതെ പറ്റിപ്പോയതാ. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്, അതങ്ങനെയല്ല. എന്റെ ഫസ്റ്റ് ഗസ്. ഞാനിത് ഇങ്ങനെയൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. നാളെ കേട്ടു. ഇനി ഞാൻ അങ്ങേരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇപ്പല്ല ശരിയായില്ലേ? ശരിയായി, പക്ഷെ ഇടയ്ക്ക് വേദന വരും. ഇനി വരുമ്പം ഈ മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളും. എനിക്കിതെല്ലാം കഴിച്ചിട്ട് നാട്ടിൽ മുഴുവൻ കയ്പായിട്ടിരിക്കുക. ആണോ? എങ്കില് ഇത് കഴിക്കില്ല. ഇതിന് നല്ല മധുരമുണ്ട്. ശരിക്കും അന്നിക്കറിയോ, ചാച്ച എനിക്കിപ്പം ചോക്ലേറ്റ് ഒന്നും വാങ്ങി തരുന്നില്ല. വയ്യാഞ്ഞിട്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യം ഞാൻ വാങ്ങിത്തരാം. ചാച്ചനോട് പറയണ്ട. എങ്ങോട്ടാ വിക്രമാദിത്യന് വേതാളം കൂടെ ഓടിച്ചെത്താൻ ഇറങ്ങിയതാ? ഹലോ മിസ്റ്റർ വൈറസ്, ഞങ്ങളെ കഴിക്കാൻ പോവാ. ആഹാ, അന്ന് ഞാനും വരുന്നുണ്ട്. ഇന്ന് കൗശിക്കന്റെ വക. വേണ്ട, എനിക്കിന്ന് അന്നി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് കഴിച്ചില്ലാത്ത ആദ്യം കഴിയുന്ന ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. നല്ല കുട്ടി, അങ്ങനെ വേണം. അതിന് എന്നെ നിനക്ക് പരിചയമുണ്ടല്ലോ. നമ്മൾ ഒരുപാട് തവണ മിണ്ടിയിട്ടുണ്ട്, വഴക്കൂടിയിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്, എന്നാലും. ആണല്ലോ, അപ്പൊ ഞാനും വരാം. വേണ്ട, തന്നെ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങോട്ടേക്ക് പോകോ, ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സങ്കടമായാലോ.
എന്താ കൗശിക, ഞാൻ നിനക്ക് എന്തെങ്കിലും മേടിച്ചു തരാന്ന് വെച്ചപ്പോ നിന്റെ ചേച്ചിക്ക് അത് ഇഷ്ടാവുന്നില്ലല്ലോ. അതെ, ഇഷ്ടമാവുന്നില്ല. എന്തേ? ചേച്ചി കാണുമ്പോ വീട്ടിലെ രൂപമാണേ ഉള്ളൂ. പാവമാ, നമ്മളോട് വന്നോട്ടെ. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ സമ്മതിക്കുക. മിസ്റ്റർ വൈറസേ, എന്താ കൈക്ക് പറ്റിയ കെട്ടുന്നുണ്ടല്ലോ? ഇതൊരു പേപ്പട്ടി കടിച്ചതാ. അല്ലല്ല, ഒരു പെൺപട്ടി കടിച്ചതാ. പട്ടിയോ? അതിനിവിടെ പട്ടിയൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞില്ലെന്നാ? ഉണ്ടല്ലോ, പക്ഷേ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ? അതോ, അതിന്റെ രൂപം വേറെ, സ്വഭാവം വേറെ, അതുകൊണ്ടാ മനസ്സിലാവാത്ത. എനിക്ക് മനസ്സിലായില്ല മിസ്റ്റർ വൈറസ് എന്താ പറയുന്നത്. അല്ലേലേ അങ്ങേര് പറയുന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെയാ നിനക്ക്. ഗാർലിക്ക് നീ കഴിക്ക്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ചാച്ചാ. നമുക്ക് വീട്ടിൽ പോണ്ടേ? അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പോവാലോ. ഞാനെന്നാ അവനെ കൊണ്ടാക്കിയിട്ട് വരാം. ശരി ഡോക്ടർ. പിന്നെ ലീവ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് കൺഫേം ആയിട്ടുണ്ട്. ശരിക്കും? അപ്പൊ നമ്മളെ വെളിയിൽ പോകാൻ പറഞ്ഞത് ഓക്കെ ആയോ? ഓക്കെ, എങ്കിൽ നമുക്ക് പോയാലോ? പോവാം. ആന്റി, ടാറ്റാ. മിസ്റ്റർ വൈറസ്, ടാറ്റാ. തനിക്ക് ഇനി എന്താ പരിപാടി? ക്യാബിനിൽ പോവാം, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം, പിന്നെ ആദ്യമേ റൗണ്ട്സിന് പോവാം. വീട്ടില് വളർത്തുന്നതാണോ? എന്ത്? കയ്യില് പട്ടി കടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ചേച്ചി എടുത്തോ? ഞാൻ ഇവിടെ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീട്ടില് വളർത്തുന്നതാണെങ്കിലും ചേച്ചി എടുക്കണം. വാ, ഞാൻ ഡ്രസ് ചെയ്തരാം. താങ്ക്സ്. എനിക്ക് ശരിക്കും ഓർമ്മയില്ലേ ഇന്നലെ എന്നെ കടിച്ചത്? വെറുതെ എന്ന പട്ടിയുടെ വയലൊക്കെല്ലാം പോയിട്ടായിരിക്കും കടി കിട്ടിയത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ നോക്ക്. ഇനി ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചോളാം. അതെ, ആ വെള്ളം ഒന്ന് എടുത്ത് തരുമോ? കൈ കെട്ടി വെച്ചോണ്ടല്ലേ കാറിലേക്ക്, ഒന്നെടുത്തതാ. ഇങ്ങനെ പോയാ തലയിൽ ഒരു കെട്ടും മൂക്കില്ലാണ്ട് പഞ്ഞിയും കൂടെ ഞാൻ കയറ്റും. അയ്യോ, അതിപ്പോഴും വേണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല. എന്നാ തനിക്ക് കൊള്ളാം. ഇന്ന് കുടിക്ക്. കാണുമ്പോ പാവൊക്കെ തന്നെയാണ്, ബട്ട് സ്വഭാവം കൂടി നോക്കുമ്പോ ഇല്ലില്ല, ഒട്ടുമില്ല. എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പം കാര്യമായിട്ട് തന്നെ ഉണ്ട്. എന്തേ, എന്റെ മുഖത്ത് വെക്കലുണ്ടോ? ഇതിനൊടുക്കത്തെ കാണാണല്ലോ, എവിടെ നിന്ന് നോക്കിയാലും കാണും. ഏയ്, ഒന്നുമില്ല. ഓ, കാര്യമായിട്ട് നോക്കുന്നുണ്ടോ ചോദിച്ചതാ? അങ്ങനെ ചോദിച്ചാ ഞാൻ നിന്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. എന്നിട്ട് ആസ്വദിച്ചു കഴിഞ്ഞോ? എന്ത് തോന്നുന്നു? നേര് പറയാലോ, നിന്റെ ആ കുഞ്ഞു മുഖത്തിന് പറ്റിയ രീതിക്ക് ആ ചെറിയ കണ്ണും മൂക്കും, പിന്നെ ചുമന്നിരിക്കുന്ന ചുണ്ടും, വീട്ടിലേക്ക് വീണടക്കുന്ന മുടിയും, ഒരാവറേജ് ആണെങ്കിൽ കൂടി എല്ലാം കൊള്ളാം. എല്ലാം കൂടി കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നറിയാമോ? നിന്നെ അങ്ങ് കടിച്ചു തിന്നാൻ. എന്താ കാറിലേക്ക് മുഖമെല്ലാം ചുമന്നു വരുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഈ വയസ്സ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന്, അല്ലേ? അത് തനിക്കെങ്ങനെ മനസ്സിലായി? നിന്റെ ഈ മുഖത്തുനിന്ന് തന്നെ എനിക്കതിപ്പം വായിച്ചെടുക്കാൻ പറ്റും. നിനക്കൊരു പ്രശ്നമുണ്ട്, നീ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് നല്ല വൃത്തിക്ക് മുഖത്ത് തെളിഞ്ഞു വരും. അങ്ങനെയൊന്നുമില്ല, തനിക്ക് തോന്നുന്നതാവും. ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം. താൻ പോടോ, ഒരു മുഖശാസ്ത്രം കൊണ്ട് വന്നിരിക്കാം. ദേ അടുത്തത്. എന്നോട് സിലിക്കൊപ്പം വേണ്ടുന്നില്ലടി, കാര്യം ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നില്ല, മുഖം വെറുതെ നടക്കുക. നീ എന്തേലും ഒപ്പിച്ചാണോ? അതായിരിക്കും അവിടെ മിണ്ടാത്തത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്താ കാര്യം പോലും എനിക്കറിയത്തില്ല. ഇന്നും കുത്താൻ വേണ്ടി പറഞ്ഞു കേട്ടോ, അതിനുള്ള ആയിരിക്കും. അത് ഞാൻ ചെയ്തിട്ടില്ല.
ഇനി ഞാൻ അങ്ങനെ ചെയ്താലേ എന്നെ പിന്നെ സെമിത്തേരി നോക്കിയാൽ മതി. അതല്ലേലും മിക്കവാറും നടക്കും. ആന്റി എന്തേലും ഒന്ന് ചെയ്യടേ. ഞാൻ എന്തായാലും ചോദിച്ചിട്ട് വരാം. വല്ല ഏടാ കൂടെ ഒപ്പിച്ച് വെച്ചെന്ന് ഞാൻ അറിഞ്ഞ ഞാനായിരിക്കും എന്നെ സെമിത്തേരിയിലാകുന്നത്. നോക്കിക്കോ. ആദ്യം നീ കാര്യം അറിഞ്ഞിട്ട് വാ, പിന്നെ എന്തോന്ന് വെച്ചാ ചെയ്തോ. ജെറിക്കുട്ട, എന്താ ഡോക്ടർ ഈ ഗാർലിക്കിൽ എന്നോട് എന്തിനാടാ ഇത്ര ദേഷ്യം? അത് ഡോക്ടർക്ക് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഒരു തവണ ചോദിക്കാൻ ചെന്നതിന്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യമായിട്ട് അവളുടെ അടുത്തേക്ക് പിന്നെ ഞാൻ ആ വഴിക്ക് ചെന്നിട്ടില്ല. ഇത് ഞാനായിട്ട് പറയുന്നതിൽ നല്ലത് അവളായിട്ട് പറയുന്നതാ. അവളായിട്ട് എന്തായാലും എന്നോട് ഇക്കാര്യം പറയില്ല. അതുകൊണ്ട് നീ പറ. ഓക്കെ, ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ അവളുടെ കഞ്ഞിലെ മണ്ണ് വാങ്ങിയിട്ടത് ഡോക്ടറാണ്. കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാവാൻ എളുപ്പമായിരുന്നു. അതൊരു ലോങ് സ്റ്റോറിയാ ഡോക്ടറെ. അത് മുഴുവൻ പറയുവാണെങ്കിൽ കേൾക്കുന്ന ഡോക്ടർക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും, കണ്ടിരിക്കുന്ന ഇവർക്കും ബോറടിക്കും. അതുകൊണ്ട് ഷോർട്ടായിട്ട് പറയാം. നീ എന്താന്ന് വെച്ചാ പറ, എനിക്ക് കാര്യം അറിഞ്ഞാൽ മതി. ഈ ഹോസ്പിറ്റല് ഇപ്പൊ ഇവിടുന്ന് തുള്ളിക്കൊണ്ട് പോയാളുടെ ആണെങ്കിൽ കൂടി അവക്ക് അതിന്റെ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ല. പക്ഷെ ഇഷ്ടമുള്ളത് വേണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു പോസ്റ്റായിരുന്നു സീനിയർ സർജന്റേത്. അവളുടെ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു കഷ്ടപ്പെട്ട് അപ്പ ആലോചിക്കാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വർമ്മ ഡോക്ടർ, അതായത് ഡോക്ടറുടെ മുത്തശ്ശൻ, അവളുടെ തലയ്ക്ക് മേലെ കൊടുവള്ളി പോലെ പടർന്നു കയറിയത്. ഇവള് കഷ്ടപ്പെടും, അങ്ങേര് പണി കൊടുക്കും, ഇവള് കഷ്ടപ്പെടും, അങ്ങേര് പണി കൊടുക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇങ്ങേര് റിട്ടയർഡ് ആവുമെന്ന് പറഞ്ഞത്. അവൾ ചാടിത്തുള്ളി നടന്നതാ. അപ്പോഴാ ഇടുത്തി പോലെ ഡോക്ടറുടെ വരവ്. ആറ്റിനോട്ടിരുന്നതല്ലേ, ഇങ്ങേര് പോകുമ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചതാ. പക്ഷെ കിട്ടിയില്ല. തകർന്നു പോയ എന്റെ കൊച്ച്. അയാളെ കൊല്ലാനുള്ള കലയുണ്ടായിരുന്നവർക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, പോയില്ലേ. അപ്പോ അയാൾക്കുള്ളതാണ് ഇഞ്ചിഞ്ചായിട്ട് ഡോക്ടർക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ പെട്ടുപോയി എന്നറിയാം. സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ഞാനിനി എന്ത് ചെയ്യേണ്ടി വരും? അത് വിശദമായിട്ട് തന്നെ ഇരുന്ന് ആലോചിക്കേണ്ടി വരും.